ഇവിടെ SC ST വിഭാഗങ്ങൾക്ക് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ റിസർവേഷൻ ലഭ്യമാകുന്നുണ്ട്. ഇപ്പൊ 2011 സെൻസസ് അനുസരിച്ചുള്ള കണക്ക് വെച്ചിട്ടാണ് പിന്നെ SC ST വിഭാഗങ്ങൾക്ക് സീറ്റ് ഡിവൈഡ് ചെയ്തെങ്കിൽ അവർക്ക് അർഹമായിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലേഷൻ അനുസരിച്ചുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന തുല്യമാകും. ഇപ്പോൾ 15 കൊല്ലത്തിന് ശേഷം പോപ്പുലേഷൻ വർദ്ധിച്ചു കാണും എല്ലാ സംസ്ഥാനങ്ങളിലും. SC ST പോപ്പുലേഷൻ വർദ്ധിച്ചു കാണും. അപ്പൊ അതനുസരിച്ചുകൊണ്ടുള്ള സീറ്റ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തീരുമാനിക്കുന്നില്ല. കാരണം നിലവിലുള്ള ആ കണക്കെടുത്തുകൊണ്ടല്ല സീറ്റ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുക. അത് SC ST ജനവിഭാഗങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള മുൻ അജണ്ട തന്നെ നടപ്പിലാക്കാൻ ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അപ്പൊ SC ST വിഭാഗത്തിലെ വനിതകൾക്കുള്ള റിസർവേഷൻ സീറ്റ് എത്രയാണ്, ആ സീറ്റ് കണക്കാക്കേണ്ടത് എങ്ങനെയാണ്? അത് 2011 സെൻസസ് വെച്ചാണോ കണക്കാക്കേണ്ടത്, അല്ലെങ്കിൽ പുതിയ സെൻസസ് എടുത്ത് എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ടാണ് പിന്നെ ഡിലിമിറ്റേഷൻ കൊണ്ടുവരേണ്ടത്. അപ്പൊ അതൊന്നും തയ്യാറാകാത്തൊരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടക്കം ഈ ബില്ലിനെ എതിർക്കാൻ പ്രധാനമായിട്ടും കാരണം. CPM എതിർക്കാൻ കാരണം അത് തന്നെയാണ്. ബില്ലെന്ന് പറഞ്ഞാൽ ബില്ലിനെ എതിർക്കുന്നുള്ളൂ, റിസർവേഷൻ സംവിധാനമൊക്കെ വരണം. അതായത് പ്രോപ്പറായിട്ട് തന്നെ വരേണ്ടത് അനിവാര്യമാണ്.